Hi students and friends, welcome to another episode of Comworld with SKS. കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ നൽകിയ സ്വീകാര്യതയ്ക്ക് അങ്ങേയറ്റം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ സെഷൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ടോപ്പിക്കുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രസൻറ്റേഷനുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്താണെന്നും അതിൽ നിന്ന് ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്നും കൂടി നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. നമുക്കറിയാം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ജനറേറ്റ് ചെയ്യുമ്പോൾ ചില പ്രത്യേക ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതായത് പ്രത്യേകതയുള്ള ചില ഇനങ്ങൾ, അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണോ അതോ ക്യാപിറ്റൽ പേയ്മെൻ്റ് ആയിട്ടാണോ റവന്യൂ പേയ്മെൻ്റ് ആയിട്ടാണോ അതോ റവന്യൂ നേച്ചറിലുള്ള റെസിപ്റ്റ് ആയിട്ടാണോ കണക്കാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു നിലപാട് നമ്മൾ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതിനെ തുടർന്നുള്ള ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അടിസ്ഥാനപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇത്തരം ഇനങ്ങളെ നമ്മൾ തരംതിരിക്കുന്നത്. അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ അതോ റവന്യൂ റെസിപ്റ്റ് ആണോ അതോ ക്യാപിറ്റൽ പേയ്മെൻ്റ് ആയിട്ട് എടുക്കണോ അതോ റവന്യൂ പേയ്മെൻ്റ് ആയിട്ട് എടുക്കണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വ്യക്തമായിട്ടൊരു ധാരണയോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരം ഇനങ്ങളെ നേരിടാനും കൈകാര്യം ചെയ്യാനും സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു തരംതിരിവ് നമ്മൾ നടത്തിയാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും വെച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റും റവന്യൂ നേച്ചറുള്ള പേയ്മെൻറ്റ്സും റവന്യൂ നേച്ചറുള്ള റെസിപ്റ്റ്സും വെച്ചുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരം പെക്യൂലിയർ ഐറ്റംസ് എന്നുള്ള ഗണത്തിൽ വരുന്ന ചില ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്ത് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ അവയെ തരംതിരിക്കേണ്ടതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ടും അതിനെ തുടർന്നുള്ള ബാലൻസ് ഷീറ്റിലോട്ടും നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഡിസ്കഷൻ സെഷനായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് 15ഓളം ഇനങ്ങളെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, സമീപിക്കേണ്ടതായിട്ടുണ്ട്. സുപ്രധാനമായിട്ടുള്ള ഒരു 5 ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുമാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബാക്കി ഇനങ്ങളെക്കുറിച്ചുള്ള ബാക്കി ഡിസ്കഷൻസ് തുടർന്ന് വരുന്ന മറ്റ് എപ്പിസോഡുകൾ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ്. ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് സെഷൻ ഓൾസോ. സോ വി വിൽ ഗോ ഓൺ ടു ദ ടോപ്പിക്. ഓക്കെ. സ്റ്റുഡൻസ്, ഇത്തരം ഇനങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ടത് അല്ലെങ്കിൽ ആദ്യം പരിചയപ്പെടേണ്ടത് വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ നേച്ചേർഡ് ഐറ്റംസ് ആൻഡ് റവന്യൂ നേച്ചേർഡ് ഐറ്റംസ്. നമുക്കറിയാം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ ഈ 2 ഐറ്റംസ് ഉണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്, റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ റവന്യൂ പേയ്മെൻറ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ഉണ്ട്. ഈ 2 കാറ്റഗറിയിൽ നിന്നുമായിട്ട് റവന്യൂ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സും റവന്യൂ നേച്ചറുള്ള റെസിപ്റ്റ്സുമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് രേഖപ്പെടുത്താനായിട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സും ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെൻറ്റ്സുമാണ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇനങ്ങളെ നമ്മൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ ഇനങ്ങളെ നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ടാണോ അതോ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടാണോ പരിഗണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവർ റവന്യൂ പേയ്മെൻറ്റ്സിനാണോ ഉൾപ്പെടുത്തേണ്ടത് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സിനാണോ ഉൾപ്പെടുത്തേണ്ടതെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ തുടർന്നുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് റവന്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ എന്താണ് റവന്യൂ റെസിപ്റ്റ്സ്, എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് അഥവാ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എന്താണ്, ആദ്യം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. വാട്ട് ഈസ് റവന്യൂ റെസിപ്റ്റ്? ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിൻ്റെ നോർമൽ ഓപ്പറേഷൻസിലൂടെ അവർക്ക് കൈവരുന്ന റെസിപ്റ്റുകളെ നമുക്ക് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിശേഷിപ്പിക്കാം. ദ റെസിപ്റ്റ്സ് ഡിറൈവ് ത്രൂ അണ്ടർടേക്കിംഗ് ദെയർ കോർ ആക്ടിവിറ്റീസ്. പ്രധാനപ്പെട്ട അവരുടെ പ്രവർത്തന മേഖലയിൽ നിന്നും നേടിയെടുക്കുന്ന റെസിപ്റ്റുകളെയാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകംസ് ആണ് നമ്മൾ കറണ്ട് ഇയറിലെ ഇൻകമായിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ അഥവാ വരിസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇനങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഉള്ളത്, ദേ ആർ ഓൾവേസ് റെക്കറിങ് ഇൻ നേച്ചർ. വാട്ട് ഈസ് റവന്യൂ റെസിപ്റ്റ്? നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസിൽ നിന്നും അവർ ഡിറൈവ് ചെയ്യുന്ന റെസിപ്റ്റ്സുകളെ നമുക്ക് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കാം. It is credited in the income and expenditure account. What is revenue payments? Those payments
ഇൻകേർഡ് ഡ്യൂറിംഗ് ദ നോർമൽ കോഴ്സ് ഓഫ് ദെയർ ആക്ടിവിറ്റീസ്. ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന അവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് അവർക്ക് നേരിടേണ്ടി വരുന്ന ചെലവുകളെ, പേയ്മെന്റ്സിനെ നമ്മൾ റവന്യൂ പേയ്മെന്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. സോ റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഇതെല്ലാം റെക്കറിംഗ് ആണ്, ഇതെല്ലാം നമ്മുടെ എക്സ്പെൻസുകളുമാണ്. സോ ദീസ് expenses are incurred as a part of undertaking their normal routine activities. So these expenses are to be debited in income and expenditure account. മനസ്സിലായല്ലോ what is revenue expenditure and what is revenue receipt. ഇനി നമുക്ക് നോക്കാം what is capital receipt and capital payments. When these non-profit organizations undertake non-core activities, that is apart from their core activities, that they may sometimes engage in non-core activities as well as non-operating activities. So the receipts derived from such non-operative activities is called capital receipts, or the payments made as a part of undertaking the non-core activities or non-operational activities can be termed as capital payments. ഇത്തരം ഇനങ്ങൾ ഒരിക്കലും റെക്കറിംഗ് അല്ല, ദേ ആർ ഓൾവേസ് നോൺ റെക്കറിംഗ് ആണ്. സോ ഫോർ എക്സാമ്പിൾ, ഒരു സ്പോർട്സ് ക്ലബ്ബ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ഫർണിച്ചർ മേടിച്ചു. സോ ഇതൊരു ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെന്റ് ആണ്. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. സോ ദാറ്റ് മീൻസ് സച്ച് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആർ ഇൻകേർഡ് ആസ് എ പാർട്ട് ഓഫ് അണ്ടർടേക്കിംഗ് ദ നോൺ കോർ ആക്ടിവിറ്റീസ്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് രേഖപ്പെടുത്തേണ്ടത്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടുള്ളതെല്ലാം ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെന്റ്സ് എല്ലാം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നു. ഉദാഹരണം പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫർണിച്ചർ ഒരു ക്ലബ്ബ് മേടിക്കുമ്പോൾ അത് അവരുടെ ഒരു ക്യാപിറ്റൽ പേയ്മെന്റ് ആയിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കാൻ. ഒരു ക്ലബ്ബ് അവർ പുറത്തൊരു നിക്ഷേപം നടത്തുവാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ക്യാപിറ്റൽ പേയ്മെന്റ്. സോ ഇറ്റ് ഈസ് ഓൾസോ ടു ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ റിസീവ് ചെയ്യുന്ന സ്പെസിഫിക് ഡൊണേഷൻസ്, ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിലേക്കായിട്ട് അവർ പിരിച്ചെടുക്കുന്ന സംഭാവനകൾ, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഡൊണേഷൻ ഫോർ പവിലിയൻ അല്ലെങ്കിൽ ഡൊണേഷൻ ഫോർ ലൈബ്രറി, ഇതെല്ലാം ആ ആവശ്യത്തിലേക്ക് മാത്രം വേണ്ടി പിരിച്ചെടുക്കുന്ന ഡൊണേഷൻസ് ആയതുകൊണ്ട് അത് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്താണ് നമ്മൾ കാണിക്കുന്നത്. ആ പർപ്പസ് സെർവ് ചെയ്യുന്നത് വരെ. നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ റവന്യൂ നേച്ചറും ക്യാപിറ്റൽ നേച്ചറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റവന്യൂ നേച്ചറുള്ള റെസിപ്റ്റ്സും പേയ്മെന്റ്സും ആവർത്തന സ്വഭാവം കാണിക്കുന്ന, അതായത് റെക്കറിംഗ് നേച്ചറിൽ പെടുന്നവരാണ്. ഇത് രണ്ടും ഇൻകർ ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളുടെ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ആക്ടിവിറ്റീസിൽ നിന്നാണ്. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ക്യാപിറ്റൽ നേച്ചർ? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയാലും ക്യാപിറ്റൽ പേയ്മെന്റ്സ് ആയാലും നമ്മൾ ഇതിനെ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ഇത് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ ആയിരിക്കും. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോങ് ടേം, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ഓവർ ആൻഡ് അബോവ് 1 year. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ നേച്ചറിലുള്ളതും റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ റെസിപ്റ്റ് സൈഡിൽ കിടക്കുന്ന ഓരോ ഇനങ്ങളും അതുപോലെ തന്നെ പേയ്മെന്റ് സൈഡിൽ കിടക്കുന്ന ഓരോ ഇനങ്ങളെയും വിശദമായിട്ട് പരിശോധിച്ച് നമ്മൾ ഈ രണ്ട് കാറ്റഗറിയിൽ ഏതിലാണോ പെടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അതിനെ വിശകലനം ചെയ്ത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെന്റിലോട്ട് കടക്കാം. ഏകദേശം 15-ൽ പരം ഇനങ്ങളുടെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു 5 ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ മറ്റ് എപ്പിസോഡുകളിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ആദ്യത്തെ ഒരു 5 പ്രധാനപ്പെട്ട ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻസ്, വരിസംഖ്യ നമ്മൾ അറിയപ്പെടും. ഇത്തരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ പ്രധാനപ്പെട്ട ഒരു റവന്യൂ സോഴ്സ് ആണ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ അംഗങ്ങളായിട്ട് ചേരുന്ന വ്യക്തികളിൽ നിന്ന് പീരിയോഡിക്കലായിട്ട് കളക്ട് ചെയ്യുന്ന തുകയാണ് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻസ്. അത് ചിലപ്പോൾ വീക്ക്ലി നമുക്ക് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമുക്ക് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വാർട്ടർലി ആവാം. ഇത്തരം സ്ഥാപനങ്ങൾ അംഗങ്ങളിൽ നിന്നും ഈ സബ്സ്ക്രിപ്ഷൻ പിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പേരിലുള്ള ഒരു ഇനം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഇനം സബ്സ്ക്രിപ്ഷൻസ് അഥവാ വരിസംഖ്യ. ഇറ്റ് ഈസ് എ റെഗുലർ ഇൻകം ഓഫ് എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പീരിയോഡിക്കലി വിച്ച് ക്യാൻ ബി വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി എക്സെട്ര. ഓരോ ആഴ്ചകളിലോ ഓരോ മാസമോ
അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ആയിട്ട് അംഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു റെഗുലർ ഇൻകവും അതുപോലെ തന്നെ ഒരു മെയിൻ സോഴ്സ് ഓഫ് റവന്യൂവുമാണ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. വരിസംഖ്യ നമ്മൾ പറയാറുണ്ട്. അത് ഓരോ വ്യക്തികളും അംഗങ്ങളായിട്ട് വരുന്നവരെല്ലാം ഇതുപോലെ ഒരു നിശ്ചിത കാലയളവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് വീക്ക്ലിയോ മന്ത്ലിയോ ക്വാർട്ടർലിയോ ആയിക്കോട്ടെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അടയ്ക്കുന്ന ഒരു തുകയാണ് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻസ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നോർമലി ഈ സബ്സ്ക്രിപ്ഷൻസ് നമുക്കറിയാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ്സിൻ്റെ കീഴിലാണ് ഈ സബ്സ്ക്രിപ്ഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും സബ്സ്ക്രിപ്ഷൻസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അതിൽ നിന്ന് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇൻകം സൈഡിൽ പ്രധാനപ്പെട്ട ഇൻകം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സബ്സ്ക്രിപ്ഷൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയേണ്ടത് നോർമലി ഒരു സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് എ റെക്കറിംഗ് നേച്ചേർഡ് ഇൻകം. മീൻസ് ഇറ്റ് ഈസ് എ റെഗുലർ ഇൻകം. ഇതിനെ നമുക്ക് ജനറൽ സബ്സ്ക്രിപ്ഷൻസ് എന്ന് വേണമെങ്കിൽ ടേം ചെയ്യാം. അപ്പോൾ ഇത്തരം സബ്സ്ക്രിപ്ഷൻസ് വരുന്നത് ജനറൽ ആയതുകൊണ്ട് തന്നെ, റെഗുലർ ആയതുകൊണ്ട് തന്നെ, അഥവാ റെക്കറിംഗ് ആയതുകൊണ്ട് തന്നെ ഇത്തരം സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്, അതായത് ഇൻകം സൈഡിലാണ്. സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. എന്താണ് സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻസ്? പേര് സൂചിപ്പിക്കുന്ന പോലെ ഇറ്റ് ഈസ് റിസീവ്ഡ് ഫോർ സർട്ടൻ സ്പെസിഫിക് പർപ്പസ്. ഒരു പ്രത്യേക ആവശ്യം മുൻനിർത്തി അംഗങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങൾ കളക്ട് ചെയ്യുന്ന വരിസംഖ്യയാണ് സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്ലബിൻ്റെ പവലിയൻ നിർമ്മാണത്തിലേക്ക് കളക്ട് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പവലിയൻ, ഒരു ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആ ആവശ്യം മുൻനിർത്തി കളക്ട് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് എ ടൂർണമെൻറ്റ്, ഹോസ്പിറ്റലിലേക്ക് എക്യുപ്മെൻറ്റ്സ് മേടിക്കാനായിട്ട് പിരിക്കുന്ന വരിസംഖ്യ, സബ്സ്ക്രിപ്ഷൻ ഫോർ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻസിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അത്തരത്തിലൊരു സ്പെസിഫിക് സബ്സ്ക്രിപ്ഷനാണ് നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ആണെന്നെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യും നോക്കാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻസ് പറയുന്നത് അത് ആ പ്രത്യേക ആവശ്യത്തിലേക്കായിട്ട് മാത്രം നമ്മൾ പിരിക്കുന്നത് കൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ഇത് റെക്കറിംഗ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഒരാവശ്യം വരുമ്പോൾ മാത്രം കണ്ടെത്തുന്ന ഇത്തരം സബ്സ്ക്രിപ്ഷൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ സ്ഥാനം പിടിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പ്രത്യേക ആവശ്യം മുൻനിർത്തി പിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ അപ്പിയർ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ balance sheet as an addition to capital fund. It is treated as a capital receipt and hence it should be shown on the liability side of the balance sheet. ഓർത്തോണം, സബ്സ്ക്രിപ്ഷൻസിൽ രണ്ട് തരം സബ്സ്ക്രിപ്ഷൻസ് നമ്മളിപ്പോൾ കണ്ടു. പൊതുവായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസിനെ ജനറൽ സബ്സ്ക്രിപ്ഷൻസ് വിളിക്കാം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതൊരു റവന്യൂ റെസിപ്റ്റ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത്. കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് റവന്യൂ ഇൻകമായിട്ട് അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ചില പ്രത്യേക ആവശ്യങ്ങളെ മുൻനിർത്തി നമ്മൾ പിരിക്കുന്ന ഇത്തരം വരിസംഖ്യ അല്ലെങ്കിൽ സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് അത് രേഖപ്പെടുത്തേണ്ടത്. അതിൻ്റെ കൂടുതൽ കാൽക്കുലേഷനെ കുറിച്ച് മറ്റൊരു ടോപ്പിക്കിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. നിലവിൽ സബ്സ്ക്രിപ്ഷൻസ് എവിടെയാണ് കാണിക്കേണ്ടതെന്നുള്ളത് മാത്രം തൽക്കാലം നമുക്ക് നോക്കിപ്പോവാം. എൻട്രൻസ് ഫീസ്. ഒരു മെമ്പർ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ അടയ്ക്കേണ്ട തുകയാണ് നമ്മൾ എൻട്രി ഫീ അഥവാ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത്. പ്രവേശന ഫീസും നമുക്കിതിനെ മലയാളത്തിൽ വിശേഷിപ്പിക്കാം. സോ എൻട്രൻസ് ഫീസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണോ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് മറ്റു വല്ല ട്രീറ്റ്മെന്റ്സും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ദ സെക്കൻഡ് ഐറ്റം ഈസ് എൻട്രൻസ് ഫീസ് അഥവാ പ്രവേശന ഫീസ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഒരു അംഗം
കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അവരെ പ്രവേശിപ്പിക്കുമ്പോൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്നും ആ അഡ്മിഷൻ സമയത്ത് കളക്ട് ചെയ്യുന്ന ഒരു നിശ്ചിത തുകയാണ് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫീസ് കളക്റ്റഡ് ഓൺലി വൺസ് ഫ്രം എ മെമ്പർ ഓൺ ഹിസ് അഡ്മിഷൻ ഇൻ ടു എ ക്ലബ്, അസോസിയേഷൻ ഓർ സൊസൈറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അംഗം ആ സ്ഥാപനത്തിലേക്ക് ഒരു തവണ മാത്രമേ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ട സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിനെ പുറത്താക്കി രണ്ടാമത് റീ അഡ്മിഷൻ്റെ സാധ്യതകളിലോട്ടൊക്കെ പോകണം. നോർമലി ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി അയാളുടെ ലൈഫിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ വൺ ടൈം മാത്രമേ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഫീസും വൺ ടൈം റെസീപ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് അഡ്മിഷൻ ഫീസ്. എൻട്രൻസ് ഫീസിൻ്റെ മറ്റൊരു ടേമാണ് അഡ്മിഷൻ ഫീസ്. 3 രീതിയിലാണ് ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. എൻട്രൻസ് ഫീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ഇൻ 3 ways. 1. It can be categorized as revenue receipts. It can be categorized as capital receipt, or it can be treated both as revenue as well as capital receipts. That is a combination of both. ഇങ്ങനെ 3 രീതിയിലാണ് എൻട്രൻസ് ഫീസ് നമ്മൾ അക്കൗണ്ട്സ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിൽ ട്രീറ്റ് ചെയ്യുന്നത്. റവന്യൂ റെസീപ്റ്റ്സ് ആയിട്ടും ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനായിട്ട് രണ്ടും ആയിട്ട് നമുക്ക് പരിഗണിക്കാം. വെൻ എൻട്രൻസ് ഫീസ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ റെസീപ്റ്റ്, നോർമലി അതെന്തായിട്ട് വരുന്നു? ഇറ്റ് ഈസ് എ റെക്കറിംഗ് റെസീപ്റ്റ്, ആവർത്തിച്ച് വരുന്ന ഒരു റെസീപ്റ്റ് ആയിട്ട് കണക്കാക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ അസ്യൂം ചെയ്യേണ്ടി വരുന്നു, even though each member is admitted only once, the club or the institution receives it on regular entry of members every year. ഒരു വ്യക്തിയിൽ നിന്നും സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും ഒരു തവണ മാത്രമേ ഇത് കളക്ട് ചെയ്യുന്നുള്ളൂ എങ്കിലും ആ സ്ഥാപനത്തിലേക്ക് റെഗുലറായിട്ട് അംഗങ്ങളുടെ പ്രവേശനം നടക്കുന്നത് കൊണ്ട് അവരിൽ നിന്നെല്ലാം ഇത്തരം എൻട്രൻസ് ഫീസുകൾ നിരന്തരം കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ റെക്കറിംഗ് റവന്യൂ. സോ റെക്കറിംഗ് റവന്യൂ ആയിക്കഴിഞ്ഞാൽ അത് റവന്യൂ റെസീപ്റ്റ്സിൻ്റെ പരിധിക്കുള്ളിൽ പോകും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വ്യൂ പോയിന്റിൽ ആണ് എൻട്രൻസ് ഫീസിനെ കണക്കാക്കുന്നതെങ്കിൽ റെഗുലർ എൻട്രി നടക്കുന്നതായിട്ടും ആ റെഗുലർ എൻട്രിയിലൂടെ എൻട്രൻസ് ഫീസ് പല വ്യക്തികളിൽ നിന്നായിട്ട് റെഗുലറായിട്ടൊരു ഇൻകമായിട്ട് സ്ഥാപനത്തിലോട്ട് വരുന്നത് കൊണ്ടും ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ റെസീപ്റ്റ്. എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിലാണോ നോക്കാം. നമുക്കറിയാം റെഗുലർ ഇൻകം ആയതുകൊണ്ട് തന്നെ റെക്കറിംഗ് എന്ന് പ്രത്യേകിച്ച് പരാമർശം വന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ടു ബി ടേക്കൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻകം ബീങ് ഇൻ റെക്കറിംഗ് ഓൺ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് കാറ്റഗറി എൻട്രൻസ് ഫീസിനെ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിച്ചാൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സ്ഥാനം പിടിക്കും. സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ്, എൻട്രൻസ് ഫീസിനെ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് എ നോൺ റെക്കറിംഗ് നേച്ചറാണ്. ബിക്കോസ് ഒരു വ്യക്തി ഒരു തവണ മാത്രമേ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ആ അഡ്മിഷനിലൂടെ അഥവാ ആ എൻട്രിയിലൂടെ ആ വ്യക്തിയിൽ നിന്ന് ഒരു തവണ മാത്രമേ സ്ഥാപനത്തിന് ഇത്തരം എൻട്രൻസ് ഫീസ് കളക്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വിദഗ്ധർ പറയുന്നത് അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, അതൊരു നോൺ റെക്കറിംഗ് ആണ്, അതൊരു ഇറഗുലർ ഇൻകവുമാണ്. സോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടി വന്നാൽ, ഓർ ഇഫ് ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ്സിലോ ലയബിലിറ്റിയിലോ ആണോ നോക്കാം. ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് ലയബിലിറ്റി. സോ ദാറ്റ് മീൻസ് it should be treated as a capital receipt and hence it should be shown on the liability side of the balance sheet. എൻട്രൻസ് ഫീസ് ചിലപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടും ചില സമയങ്ങളിൽ റവന്യൂ റെസിപ്റ്റ് ആയിട്ടും പരിഗണിക്കേണ്ടി വരുന്നു. സോ എൻട്രൻസ് ഫീസിൻ്റെ മൂന്നാമത്തെ മെത്തേഡ് സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് മെത്തേഡിൻ്റെയും സെക്കൻഡ് മെത്തേഡിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ നിൽക്കുന്ന എൻട്രൻസ് ഫീസ് അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ടും മറു പോർഷൻ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നു. അപ്പോൾ അത് അക്കൗണ്ടിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും അതിൻ്റെ സാന്നിധ്യം നമുക്ക് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. സോ
Here the portion which is treated as revenue received, that is not capitalized, will be shown on the credit side of the income and expenditure account. നമ്മുടെ എൻട്രൻസ് ഫീസിൽ നോൺ ക്യാപിറ്റലൈസ് ചെയ്ത് മാറ്റിവെച്ച പോർഷൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടതായിട്ടും വരും. That portion of entrance fees which is treated as capital receipt, that is the capitalized portion, should be shown on the liability side of the balance sheet as an addition to capital fund. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ 10,000 രൂപ എൻട്രൻസ് ഫീസ് കിട്ടിയതിൽ 30%, that is 3,000, as we have already said, it should be treated as revenue receipt. So we have to show it that amount in the income side of the income and expenditure account, and the balance portion that is capitalized, that is 70%, out of 10,000, 70%, that 7,000 rupees we need to show on the liability side of the balance sheet. So this is the treatment regarding the entrance fees as per the third method. Ini, nothing is specifically mentioned, it is better to treat it as an income and credited to income and expenditure account. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരാമർശങ്ങളോ നിർദ്ദേശങ്ങളോ നൽകിയിട്ടില്ല എങ്കിൽ എൻട്രൻസ് ഫീസിനെ നമുക്ക് അതൊരു സാധാരണ നോർമൽ ഇൻകം ആയിട്ട്, അതായത് റവന്യൂ നേച്ചറിലുള്ള റെസീപ്റ്റ് ആയിട്ട് തന്നെ പരിഗണിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചുകൊണ്ട് കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാം. എൻട്രൻസ് ഫീസിന്റെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലുള്ള പ്രസൻസും കൂടി നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. ഓൾറെഡി നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഫോർമാറ്റിൽ റെസീപ്റ്റ് സൈഡിൽ എൻട്രൻസ് ഫീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, രണ്ടിടത്തും നമ്മൾ കണ്ടു. റവന്യൂ റെസീപ്റ്റ്സ് എന്നുള്ള പേരിലുള്ള ഹെഡിങ്ങിൽ എൻട്രൻസ് ഫീസ് കണ്ടു, ഇൻ ബ്രാക്കറ്റ് with the term not capitalized, and the other section, that is the capital receipt portion, by mentioning the term capitalized portion. So that means entrance fees എന്ന് പറയുന്ന റെസീപ്റ്റിൽ തേർഡ് മെത്തേഡിൽ കുറച്ച് പോർഷൻ നമ്മൾ ക്യാപിറ്റലൈസും ചെയ്യുന്നു, കുറച്ച് പോർഷൻ നോട്ട് ക്യാപിറ്റലൈസും ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റലൈസ് ചെയ്ത പോർഷൻ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ട് പരിഗണിച്ച് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുമ്പോൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കാൻ പറഞ്ഞ നോട്ട് ക്യാപിറ്റലൈസ്ഡ് പോർഷനെ റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് തന്നെ കണക്കാക്കി കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു. അതാണ് നമ്മൾ എക്സാമ്പിളിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആ 10,000 രൂപയിൽ 70% ക്യാപിറ്റലൈസ് ചെയ്ത പോർഷനെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലും കാണിക്കുന്നു, ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ നോട്ട് ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള പോർഷനെ 30%, 3,000 rupees നമ്മൾ എവിടെയും കാണിക്കേണ്ടി വരുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ടും വരുന്നു. ഇതാണ് എൻട്രൻസ് ഫീസിന്റെ 3 മെത്തേഡിലൂടെയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൊണേഷൻ അഥവാ സംഭാവന. ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ ഇത്തരം ചാരിറ്റി പർപ്പസിന് വേണ്ടി നിലകൊള്ളുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കൈയഴിഞ്ഞ് സഹായിക്കാറുണ്ട്, സംഭാവന നൽകാറുണ്ട്. അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാകാം. അപ്പൊ ഇത്തരം ഡൊണേഷൻസ് ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണോ നൽകുന്നത്, അതോ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നൽകുന്നത് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഡൊണേഷൻസിനെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണോ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണോ കണക്കാക്കേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഐറ്റം നമ്പർ 3, ഡൊണേഷൻ. നമുക്കറിയാം ഡൊണേഷൻ മീനിങ് സംഭാവന. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചാരിറ്റി പർപ്പസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പലതരം ഡൊണേഷൻസും സംഭാവനയായിട്ട് നൽകാം. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഫ്രം എനി പേഴ്സൺ, വെദർ മെമ്പേഴ്സ് ഓർ ഔട്ട്സൈഡേഴ്സ്, ഫേം ഓർ കമ്പനി ബൈ വേ ഓഫ് ഗിഫ്റ്റ്. ടൈപ്സ് ഓഫ് ഡൊണേഷൻ. ആദ്യം ഡൊണേഷന്റെ വിവിധ ഇനങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടുക. ഡൊണേഷൻ ഈസ് കാറ്റഗറൈസ്ഡ് ആസ് 2 types. ഒന്ന് ജനറൽ ഡൊണേഷൻ അഥവാ പൊതുവായിട്ടുള്ള സംഭാവനകൾ. Then the second one is specific donation അഥവാ നിശ്ചിത ആവശ്യത്തിലേക്കായിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന തുകകൾ. So general and specific are the 2 classification of donations. We shall look into the treatment of these 2 donations. If it is general, എങ്ങനെയാണ് ഡൊണേഷൻസ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. General donations means they are not collected for any specific purpose. ഒരു പ്രത്യേക ആവശ്യത്തിനല്ലാതെ പൊതുവായിട്ടുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന സംഭാവനകളെ നമുക്ക് ജനറൽ ഡൊണേഷൻസ് എന്ന് വിളിക്കാം.
ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് നോർമലി ടു പ്രൊമോട്ട് ദ ജനറൽ പർപ്പസ്. പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ഥാപനങ്ങൾ ഇത്തരം ലഭ്യമായ ഡൊണേഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് സ്പെസിഫിക് ഡൊണേഷൻ. വാട്ട് ഈസ് സ്പെസിഫിക്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. സ്പെസിഫിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സച്ച് ഡൊണേഷൻസ് ആർ കളക്റ്റഡ് ഫോർ സം സ്പെസിഫിക് പർപ്പസ്. ഒരു പ്രത്യേക ആവശ്യത്തിലേക്കായിട്ട് മാത്രം ഇത്തരത്തിൽ സംഭാവനകൾ പിരിക്കേണ്ടി വന്നാൽ that type of donation is called specific donation. It should be utilized for that purpose only, irrespective of whether the amount received is larger or smaller. ചെറിയ തുകയെന്നോ വലിയ തുകയെന്നോ പരിഗണിക്കാതെ തന്നെ, വേർതിരിവില്ലാതെ തന്നെ ഇത്തരം സ്പെസിഫിക് പർപ്പസ് എന്നുള്ള പേരിൽ കളക്ട് ചെയ്യുന്ന ഡൊണേഷൻസ് ആ പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് വിനിയോഗിക്കാൻ പാടുള്ളൂ. ഡൊണേഷൻ ഫോർ ലൈബ്രറി, ഡൊണേഷൻ ഫോർ ലാബ്, ഡൊണേഷൻ ഫോർ ഫർണിച്ചർ, ഇത്തരം ഉദാഹരണങ്ങളെല്ലാം സ്പെസിഫിക് ഡൊണേഷൻസിലേക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ജനറൽ ഡൊണേഷൻ. ജനറൽ ഡൊണേഷൻ അഥവാ പൊതുവായിട്ടുള്ള സംഭാവനകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിലാണോ കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഇത്തരം ഡൊണേഷൻസ് നമ്മൾ എന്തായിട്ട് തന്നെ പരിഗണിക്കുന്നു? റവന്യൂ റെസിപ്റ്റ് ആയിട്ട് തന്നെ പരിഗണിച്ച്, അതായത് ക്യാപിറ്റലൈസ് ചെയ്യാതെ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് നീഡ് നോട്ട് ബി ക്യാപിറ്റലൈസ്ഡ്. ക്ലിയർ? ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് ഡൊണേഷൻ, ദാറ്റ് ഈസ് സ്പെസിഫിക് ഡൊണേഷൻ. അതെവിടെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ നോക്കാം. സോ ഈ സ്പെസിഫിക് ഡൊണേഷൻ ആ പർപ്പസിലേക്കായിട്ട് മാത്രം കളക്ട് ചെയ്ത ഡൊണേഷൻ ആയതുകൊണ്ട് ആ പർപ്പസ് സെർവ് ചെയ്യുന്നത് വരെ വി ഹാവ് ടു ഷോ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് ആൻ അഡീഷൻ ടു ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ ആദ്യത്തെ ഡൊണേഷൻ ജനറൽ ഡൊണേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഡൊണേഷൻസ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് തന്നെ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം രേഖപ്പെടുത്തി കാണിക്കുന്നു. ഡൊണേഷൻസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എവിടെയാണ് കണ്ടിരുന്നത്? അതും കൂടി നമുക്കൊന്ന് നോക്കിപ്പോവാം. റെസിപ്റ്റ് സൈഡില്, ദെൻ റവന്യൂ റെസിപ്റ്റ്സിന്റെ കീഴില് ജനറൽ ഡൊണേഷൻസ് എന്ന് കണ്ടല്ലോ. നേരത്തെ നമ്മൾ ആ മാതൃക പരിചയപ്പെട്ടപ്പോഴും ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഇത്തരം ചില ഇനങ്ങൾ രണ്ട് കാറ്റഗറിയിലും പെടാം. ഇവിടെ നോക്കിക്കേ, ജനറൽ ഡൊണേഷൻസ് റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് പരിഗണിച്ചിരിക്കുന്നു. ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ കീഴിൽ മറ്റൊരു ഡൊണേഷൻ നമുക്ക് കാണാം. ആൻഡ് ദാറ്റ് ഡൊണേഷൻ ഈസ് ടേംഡ് ആസ് സ്പെസിഫിക് ഡൊണേഷൻ. സോ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ജനറൽ ഡൊണേഷൻസിനെ റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് പരിഗണിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്പെസിഫിക് ഡൊണേഷൻസ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് പരിഗണിച്ച്, ദാറ്റ് ഈസ് വി നീഡ് ടു ക്യാപിറ്റലൈസ് ദാറ്റ് പോർഷൻ ആൻഡ് ദാറ്റ് സ്പെസിഫിക് ഡൊണേഷൻ ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് ആൻ അഡീഷൻ ടു ക്യാപിറ്റൽ ഫണ്ട്. ട്രീറ്റ്മെന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലെഗസി അഥവാ ഒസ്യത്തവകാശം എന്ന് നമ്മൾ മലയാളത്തിൽ വിശേഷിപ്പിക്കുന്നു. എന്താണ് ലെഗസി? ഒരു വ്യക്തി അദ്ദേഹം നേരത്തെ ആഗ്രഹിച്ച പ്രകാരം അല്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിൽപത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഒരു ഭാഗം ഇത്തരം ചാരിറ്റി പർപ്പസിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനങ്ങളിലേക്ക് നീക്കിവെക്കുകയാണ്. ഇങ്ങനെ കൈവരുന്ന ഇത്തരം എമൗണ്ടുകളെ നമ്മൾ ലെഗസി എന്ന് വിളിക്കുന്നു. നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിന്റെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സൈഡിൽ ലെഗസി എന്നൊരു ഇനം ഉണ്ടെങ്കിൽ അവർ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഐറ്റം നമ്പർ 4, ലെഗസീസ്. കേട്ടിട്ടുണ്ടാവും ആ വാക്ക്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മരണശേഷം വിൽപത്രത്തിലൂടെ സ്വത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് ആഭിമുഖ്യമുള്ള ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നീക്കിവെക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം എഴുതി വെക്കാം. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. മരണാനന്തരം അദ്ദേഹത്തിന്റെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരം വിൽപത്രത്തിലൂടെ ഒരു ഭാഗം സ്വത്ത് അദ്ദേഹം ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് എമൗണ്ട് ഈസ് ടേംഡ് ആസ് ലെഗസി. ഇറ്റ് ഈസ് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ. നമുക്ക് ആവർത്തിച്ച് വരുന്നൊരു തുകയായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ. ദെൻ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെഗസി ഈസ് ട്രീറ്റഡ് ഇൻ വിച്ച് വേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിലാണോ വരുന്നത് നമുക്ക് നോക്കാം.
സോ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയിടത്ത് നോക്കിക്കുക, പോയിന്റ് പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ. നോൺ റെക്കറിംഗ് നേച്ചറുള്ള തുകകളെല്ലാം we have to treat it as a capital receipt. We have to treat that amount as a capitalized portion and we have to show that amount on the liability side of the balance sheet. So legacy will be placed on the liability side of the balance sheet under the heading capital fund as an addition to capital fund. So this is the treatment regarding legacy. ലെഗസിയെ സംബന്ധിച്ച് മറ്റൊരു പോയിന്റും കൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ ലെഗസി കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബീങ് ഓഫ് എ നോൺ റെക്കറിംഗ് നേച്ചർ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് എൻ അഡീഷൻ ടു ക്യാപിറ്റൽ ഫണ്ട്. പക്ഷേ മറ്റൊരു പോയിന്റും കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടവരായിട്ടുണ്ട്. ഇഫ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ വേ ഓഫ് ലെഗസി ഈസ് സ്മോൾ, then it should be treated as revenue receipt. That is, we need not capitalize that portion and hence is shown on the credit side of the income and expenditure account. മനസ്സിലായല്ലോ? അതായത് കിട്ടിയ ഇത്തരത്തിലുള്ള വിൽപത്രത്തിലൂടെ കൈവന്ന തുക താരതമ്യേന ചെറിയൊരു തുകയാണെങ്കിൽ it should not be treated as a capital receipt. We need not capitalize that amount. So instead we have to treat that amount as a revenue receipt. അതുകൊണ്ട് തന്നെ റവന്യൂ റെസിപ്റ്റ് ആയി കഴിഞ്ഞാൽ ഏത് സൈഡിലാണ് പോകേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് ഇത്തരം ചെറിയ തുകയാണ് ലെഗസി ആയിട്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തേണ്ടത്. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റവന്യൂ റെസിപ്റ്റ്സിന്റെ കീഴിലാണോ അതോ ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ കീഴിലാണോ ലെഗസി കണ്ടത് നോക്കാം. ഇറ്റ് ഈസ് മെൻഷൻഡ് അണ്ടർ ദ കാറ്റഗറി ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. നോക്കിക്കേ, ലെഗസീസ് ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ കീഴിലാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്, നോർമലി legacies should be treated as capital receipt and should be shown on the liability side of the balance sheet as an addition to capital fund. So it is treated as capital receipt. That means we have to capitalize that legacy, treated as a capitalized figure. But the additional point we have to notice here is that if the amount received by way of legacy is small, then we have to treat it as a revenue receipt. We have to credit that amount on the income side of the income and expenditure account. Okay, clear? ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് അഥവാ ആജീവനാന്ത അംഗത്വ ഫീസ്. ഒരു വ്യക്തി ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അയാളിൽ നിന്നും ഈ സ്ഥാപനം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു നിശ്ചിത കാലയളവ് ഇടവിട്ട് ഇത്തരം വരിസംഖ്യകൾ പിരിക്കാറുണ്ട്. അത് അവർക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇത്തരം മെമ്പേഴ്സിനുണ്ട്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗവും. സോ ചില വ്യക്തികൾക്ക് ഇത്തരം പീരിയോഡിക്കലായിട്ടുള്ള റെമിറ്റൻസിന് പകരം അവർ ഓപ്റ്റ് ചെയ്യുന്നൊരു മാർഗമാണ് ഒരുമിച്ച് ഒരു തുകയായിട്ട്, ഒരു ലംസം പേയ്മെന്റ് ആയിട്ട് ഇത്തരം എമൗണ്ടുകൾ സ്ഥാപനത്തിലേക്ക് അടയ്ക്കുക എന്നുള്ളത്. സോ അത്തരത്തിൽ പീരിയോഡിക്കലായിട്ട് നൽകേണ്ടിയിരുന്ന ഈ സബ്സ്ക്രിപ്ഷൻ ഒരുമിച്ചൊരു തുകയായിട്ട് ആജീവനാന്ത കാലത്തേക്ക് കണക്കാക്കി ഒരു എമൗണ്ട് ആയിട്ട് ഒറ്റ തവണയായിട്ട് ഇവർ റെമിറ്റ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ക്യാൻ ബി ടേംഡ് ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. അത് ഒരു തവണ മാത്രമേ ഒരു വ്യക്തിക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഇത് അടയ്ക്കാനായിട്ട് താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ. സോ ഇത്തരം ലൈഫ് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വെദർ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ഓർ എ റവന്യൂ റെസിപ്റ്റ്. ദ ലാസ്റ്റ് കാറ്റഗറി, ദാറ്റ് ഈസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ ഇനമാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. എന്താണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്? ആജീവനാന്ത അംഗത്വ ഫീസിനെയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ലംസം പേയ്മെന്റ് മെയ്ഡ് ആസ് സബ്സ്ക്രിപ്ഷൻ ഓൺ അഡ്മിഷൻ ഓഫ് എ മെമ്പർ ഫോർ ദ ഹോൾ ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഇറ്റ് പീരിയോഡിക്കലി. പീരിയോഡിക്കലായിട്ട് ഇടയ്ക്കൊരു നിശ്ചിത കാലയളവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരിസംഖ്യ നൽകുന്നതിന് പകരം ഇത്തരം സബ്സ്ക്രിപ്ഷൻസ് ഒരുമിച്ച് ഒരു തുകയായിട്ട് സ്ഥാപനങ്ങളിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ ദാറ്റ് എമൗണ്ട് ക്യാൻ ബി ടേംഡ് ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. സോ ദാറ്റ് മീൻസ് അയാൾക്കത് ഒരു തവണ ഒറ്റ തുകയായിട്ട് ലംസം പേയ്മെന്റ് ആയിട്ട് അടച്ചാൽ മതി. പീരിയോഡിക്കലായിട്ട് അയാൾ അടയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ആജീവനാന്ത അംഗത്വ ഫീസ് എന്നാണ് ഇതിന്റെ മലയാളം പദം. നമുക്കതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ഒരു കാര്യം ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. It is non-recurring. If it is paid only once as a lump sum amount, then it is a non-recurring amount. So
ഏകദേശം ഒരു ധാരണ ആയി കാണുമല്ലോ എവിടെയാണ് കാണിക്കേണ്ടതെന്ന്. സോ വെദർ ഇറ്റ് ഈസ് ടു ബി ഷോൺ ഓൺ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓർ ബാലൻസ് ഷീറ്റ്. ബീങ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്, it is to be shown on the liability side of the balance sheet as an addition to capital fund. നോൺ റെക്കറിംഗ് ആണ്. ഒരു വ്യക്തി സബ്സ്ക്രിപ്ഷൻ ഒരുമിച്ച് അടയ്ക്കുമ്പോൾ that amount should be shown on the liability side of the balance sheet as an addition to capital fund. So here this life membership fees we need to capitalize and shown on the liability side of the balance sheet. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എവിടെയാണ് സ്ഥാനം പിടിച്ചിരുന്നതും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കിപ്പോം. ഈ റവന്യൂ റെസിപ്റ്റ്സിന്റെ കീഴിലാണോ ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ കീഴിലാണോ വന്നിരുന്നത് നോക്കിക്കേ. ഇറ്റ് ഈസ് മെൻഷൻഡ് അണ്ടർ ദ ഹെഡിങ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. സോ ടു ട്രീറ്റ് ദാറ്റ് എമൗണ്ട് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന്റെ ട്രീറ്റ്മെന്റ്. സ്റ്റുഡൻസ്, ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ സെഷൻ. ഇതിന്റെ തുടർ ക്ലാസ്സുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസും കൂടി അതിനെ ആക്ടിവേറ്റ് ചെയ്തിടുക. ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്ത് ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു.